കുടുംബം പറയുന്ന ആരോപണങ്ങൾ പരോക്ഷമായി തന്നെ ഡീൻ ശരിവെക്കുകയാണ്. കാരണം 3 ദിവസം അവിടെ ക്രൂരമർദ്ദനം നടന്നിട്ടും ഹോസ്റ്റലിന്റെ വാർഡനായ ഡീൻ ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം തന്നെ. കൃത്യമായും ഈ ഒരു കുടുംബത്തിന്റെ പ്രതികരണങ്ങളെ ശരിവെക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഡീനിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വിസിയെ പരോക്ഷമായി ഡീൻ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരെന്നൊരു ചോദ്യത്തിൽ മറുപടി പറയാൻ ഇവരൊന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഡീനിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിൽ യാതൊരു വിധത്തിലുള്ള കുറ്റവും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി ചെയ്തു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതേസമയം വിസിയെ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നടന്ന ദിവസം വിസി അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പറയുന്നുണ്ട് അഭിമുഖം ഉൾപ്പെടെയുള്ളവ അവിടെ ഉച്ചവരെ നടന്നു എന്ന് നമ്മൾ വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഡീനും അക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി വിസി ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം എവിടെ പോയതാണെന്ന് തനിക്കറിയില്ല എന്നും ഡീനും പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും അക്കാര്യങ്ങളിലൊക്കെ തന്നെ എന്ത് തരത്തിലുള്ള അനാസ്ഥയ്ക്ക് വേണ്ടിയാണ് ഇവൾ ന്യായീകരിക്കുന്നതെന്ന ചോദ്യമൊക്കെ തന്നെ ബാക്കിയാണ്. എന്തായാലും ഈ ഒരു കൊടും പീഡനം അല്ലെങ്കിൽ മർദ്ദനം നടന്നത് വിദ്യാർത്ഥികൾ മറച്ചുവെച്ചു എന്ന് വിദ്യാർത്ഥികളുടെ തലയിൽ പഴിചാരാനാണ് യൂണിവേഴ്സിറ്റി അധികൃതർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ ഒരു പ്രതികരണം ഡീനും നടത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ ഈ ഒരു വിവരം പറഞ്ഞില്ല. ഇത്രത്തോളം ക്രൂരമായ മർദ്ദനം നടന്നിട്ടും എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരമൊരു മൗനം സ്വീകരിച്ചതെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായ മരണ ദിവസം വിസി അവിടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഒരു അഭിമുഖം പിറ്റേ ദിവസം, അതായത് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് ഈ അഭിമുഖം മാറ്റിവെക്കാൻ പോലും തയ്യാറായില്ല. ഈ മരണത്തെക്കുറിച്ച് എന്താണെന്ന് പോലും അന്വേഷിക്കാൻ വിസി തയ്യാറായില്ലല്ലോ. തീർച്ചയായും വിനീത, യൂണിവേഴ്സിറ്റി വിസിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഒരു വിഷയം അറിയാതെ പോയതെന്ന് വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ്. ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യം യൂണിവേഴ്സിറ്റി വിസി ഈ ഒരു സംഭവം നടന്ന ദിവസം പോലും അവിടെ ഉണ്ടായിട്ടും അദ്ദേഹം അറിയാതെ പോയി എന്ന് പറയുമ്പോൾ ഇതിനാരാണ് ഉത്തരവാദി എന്ന ചോദ്യം തന്നെയാണ് ബാക്കി. ഒരുപക്ഷെ ഇവരൊക്കെ തന്നെ അറിഞ്ഞിട്ടും മൗനം പാലിച്ചതാണോ എന്നൊരു ചോദ്യമൊക്കെ തന്നെയുണ്ട്. ഡീനും അക്കാര്യത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതാണ്. വിസി അവിടെ ഉണ്ടായിരുന്നു എന്ന് ഡീൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിസിയും ആ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവരൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടാണോ ഈ ഒരു സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന ചോദ്യമൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇനി ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വിസിക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കോൺഫെഡറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിസി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അഭിമുഖം നടത്തിയിട്ടുണ്ട്. ഉച്ചവരെ അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടൊരു വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ അരുമർദ്ദനം, അതായത് ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവിടെ ഹോസ്റ്റലിലേക്ക് ഒന്ന് വന്നു നോക്കാൻ പോലും വിസി തയ്യാറാകാതിരുന്ന ചോദ്യമൊക്കെ തന്നെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഡീനോട് നമ്മൾ ആ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇത്രത്തോളം ഗുരുതരമായിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലേക്ക് വിസി എത്താതിരുന്നത്, യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എത്താതിരുന്ന ചോദ്യമൊക്കെ തന്നെയുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആ ഒരു വിഷ്വൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ച സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ നമ്മളെ തടഞ്ഞിരുന്നു. ഈ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഈ ഒരു സംഭവത്തിന് പിന്നീടാണ് അവിടെ നിയമിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി റൂൾ പ്രകാരം അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വേണം. റെസിഡന്റ് ട്യൂറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ യൂണിവേഴ്സിറ്റി അധികൃതർ അവിടെ നിയമിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അത് നിയമിക്കപ്പെട്ടില്ല എന്നൊരു ചോദ്യത്തിന് തന്നെയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ കൃത്യമായ മറുപടി പറയേണ്ടത്. യൂണിവേഴ്സിറ്റി ഡീനോടൊപ്പം വിസിക്കും അതുപോലെ തന്നെ രജിസ്ട്രാർക്കും കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അടിവരയിടുന്ന സംഭവങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരസ്പരം പഴിചാരി ഡീനും വിസിയും അതിനെ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. മർദ്ദന വിവരം അധ്യാപകർ മറച്ചുവെച്ച എന്നാണ് മുൻ വിസി MR ശശീന്ദ്രനാഥും പറയുന്നത്.